പാലക്കാട് രചനാ സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലത്തൂർ അസീസിയ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടന്നത്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ ചിറ്റൂർ ഗവൺമെന്റ് UP സ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. ക്യാമ്പിൽ രോഗപരിശോധനയും മരുന്ന് വിതരണവും സൗജന്യമായിരുന്നു. ജനറൽ മെഡിസിൻ, ഓർത്തോപീഡിക്സ്, ഓഫ്താൽമോളജി, ഗൈനക്കോളജി, ഡെന്റൽ, ഷുഗർ ആൻഡ് BP ടെസ്റ്റ്, ബോൺ മിനറൽ ഡെഫിഷ്യൻസി സ്കാൻ, ഫ്രീ BMI എന്നീ പരിശോധനകളാണ് ക്യാമ്പിൽ ലഭ്യമാക്കിയത്. ചിറ്റൂർ MLA സുമേഷ് അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. ഈ പുതിയ കാലഘട്ടത്തിൽ അവിടെ പറഞ്ഞോളെ നമ്മൾ തന്നെ കാണാത്ത ലോകത്ത് മൺമറഞ്ഞു പോയ പല അസുഖങ്ങളും പിന്നെ രണ്ടാമത് തിരിച്ചു വരുന്ന കേരളത്തിലൂടെ. ഉദാഹരണത്തിന് ഡെങ്കി. 150 വർഷം മുമ്പ് ഡെങ്കി വളരെ വ്യാപകമായിട്ട് ആഫ്രിക്കയിലൊക്കെ വളരെ വ്യാപകമായിട്ട് ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നൊരു അസുഖമാണ്. ആ അസുഖം പിന്നെ ഇല്ലാതെ പിന്നെ രണ്ടാമത് പൊട്ടിമുളയ്ക്കുന്നത് കേരളത്തിലാണ് പൊട്ടിമുളയ്ക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല ഈ അസുഖം വരുന്നത്. നമ്മൾ വളരെ പ്രബുദ്ധരാണ്, നമ്മൾ എല്ലാ കാര്യത്തിലും വളരെ മുന്നിലാണെന്നൊക്കെ പറയുകയാണെങ്കിൽ പല കാര്യത്തിലും നമ്മൾ വളരെ പറയുകയാണ്. 3 വർഷങ്ങളിൽ മഹാമോശം. ആരോഗ്യ പരിപാലനം അതീവ ഗുരുതരം. പിന്നെ പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് വളരെ മോശമാണ്. നമ്മൾ പലതിലും തമിഴ്നാടിനെയൊക്കെ നമ്മൾ ഭയങ്കര മോശമായിട്ട് കുറ്റം പറയുന്ന ആളുകളാണ്. നിങ്ങൾ കോയമ്പത്തൂർ നഗരത്തിൽ പോയി അവിടെ റോഡ് സൈഡ് എവിടെയെങ്കിലും ഒരു വേസ്റ്റ് കൂടിയിരിക്കുന്നത് കാണാൻ, കോയമ്പത്തൂർ ഇത്രയും വലിയ നഗരത്തിൽ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. കുറച്ച് പുറത്തെവിടെയൊക്കെ പോയാൽ കാണുന്നത്, നഗരത്തിൽ പോയി കാണാൻ പറ്റില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് N. സരിത അധ്യക്ഷയായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ B. കൃഷ്ണലീല മുഖ്യാതിഥിയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ R. ബാബു, നഗരസഭാ കൗൺസിലർ ജെയിൻ ഹിലാരിയോസ്, അസീസിയ ആശുപത്രി PRO ഉണ്ണി അഹമ്മദ്, രചനാ സാഹിത്യവേദി പ്രസിഡന്റ് T. വിജയൻ, പെരുമാട്ടി പഞ്ചായത്ത് മെമ്പർ ഷീജ എഴുത്താണി, സാഹിത്യവേദി വൈസ് പ്രസിഡന്റ് C. നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറി നയനൻ നന്ദിയോട് സ്വാഗതവും ക്യാമ്പ് കോർഡിനേറ്റർ കുഞ്ഞിക്കണ്ണൻ പ്ലാക്കുളുമ്പ് നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.